ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് 55x5 ടെക്നിക്കിനെ കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതൊരു ആൻഷ്യൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. 55 എന്ന നമ്പർ നമ്മുടെ പേഴ്സണൽ പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. 5 എന്നാൽ യൂണിവേഴ്സിനെയും. അതുകൊണ്ടാണ് ഇത് കൂടുതൽ പവർഫുൾ ആകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ജേണൽ എടുത്തിട്ട് അതിൽ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ആ ഗോൾ അഫർമേഷൻ രൂപത്തിൽ എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ചേർത്ത് അഫർമേഷൻ തയ്യാറാക്കുന്നതാവും ഏറ്റവും ബെറ്റർ. 1-2 സെന്റൻസിൽ നിങ്ങൾക്ക് തയ്യാറാക്കാമെങ്കിലും ഏറ്റവും ഷോർട്ട് ആക്കുന്നതാണ് ബെറ്റർ. കാരണം 55 തവണ നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് അത് മടുപ്പുണ്ടാക്കാതിരിക്കാനായിട്ട് ഏറ്റവും ഷോർട്ടാക്കി എഴുതുന്നതാണ് ബെറ്റർ. ഗോൾ എന്താണ് എന്നതിനനുസരിച്ചിട്ട് പ്രസന്റ് ടെൻസിലോ പാസ്റ്റ് ടെൻസിലോ നമുക്ക് എഴുതാം. ഇപ്പൊ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് തിങ്സ് അഥവാ വീട്, കാറ്, ബൈക്ക് പോലുള്ള സാധനങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്തതായിട്ട് പാസ്റ്റ് ടെൻസിൽ ഗ്രാറ്റിറ്റ്യൂഡ് ചേർത്ത് അഫർമേഷൻ എഴുതാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നാണെങ്കിൽ, എനിക്കൊരു BMW കാറ് വാങ്ങണം എന്നതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എനിക്ക് BMW കാർ വാങ്ങാൻ സാധിച്ചതിന് യൂണിവേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിക്ക് നന്ദി എന്ന് വേണം എഴുതാൻ. മറിച്ച് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസ്, ഈ മടി പോലുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് ടെൻസിൽ വേണം ഗ്രാറ്റിറ്റ്യൂഡ് ചേർത്ത് അഫർമേഷൻ റെഡിയാക്കാൻ. അതായത് ആ കാര്യം നടന്നു കഴിഞ്ഞു, ഇപ്പോഴും ആ കാര്യം നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നർത്ഥത്തിൽ വേണം തയ്യാറാക്കാനായിട്ട്. അതിനുശേഷം ആ അഫർമേഷൻ ഡെയിലി 55 തവണ വെച്ചിട്ട് 5 ദിവസം റിപ്പീറ്റ് ആയിട്ട് എഴുതുക. ഓരോ തവണ എഴുതുമ്പോഴും മനസ്സിൽ അഫർമേഷൻ പറഞ്ഞുകൊണ്ട് വേണം എഴുതാനായിട്ട്. ഡെയിലി ഒരേ സമയത്ത് ചെയ്യുന്നത് കൂടുതൽ റിസൾട്ട് നൽകും. അതേപോലെ രാവിലെ 5:55 അല്ലെങ്കിൽ വൈകിട്ട് 5:55 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും. പക്ഷെ കറക്റ്റ് ആ 5:55 ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് കിട്ടില്ല എന്നർത്ഥമില്ല. ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പറ്റിയില്ല എന്ന് വെച്ചിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ ഒരു ടൈം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത ടൈമിൽ തന്നെ മാക്സിമം ഒരേ ടൈമിൽ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. അപ്പോഴും സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. ഒരേ കാര്യം ഒരേ ടൈമിൽ കണ്ടിന്യൂസ് ഡേയ്സിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് സെയിം ടൈം യൂസ് ചെയ്യാൻ പറയുന്നത്. അതേപോലെ തന്നെ 55 തവണ നമ്മൾ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് എഴുതുകയും മനസ്സിൽ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് മനസ്സിൽ പതിയും. ഇപ്പൊ നമുക്ക് ചെറുതിലെ സ്കൂളിലൊക്കെ വെച്ചിട്ട് ഇമ്പോസിഷൻ തരുമായിരുന്നില്ലേ? അപ്പൊ ഇമ്പോസിഷൻ തരുന്നത് എന്തിനാ? നമ്മളത് കൂടുതൽ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടല്ലേ. നമ്മളത് എഴുതുകയും അതേപോലെ അതിൻ്റെ ഒപ്പം പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിയും എന്നുള്ളത് കൊണ്ടാണ് ആ ഇമ്പോസിഷനൊക്കെ തരുന്നത്. അപ്പോൾ 5 ദിവസം ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു മെമ്മറി ആയി സ്റ്റോർ ആവുകയും മാനിഫെസ്റ്റേഷൻ നടക്കുകയും ചെയ്യും. ഇനി ഇത് ചെയ്യുമ്പോൾ 5 ദിവസത്തിന് ഇടയിൽ ഒരു ദിവസം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ സ്കിപ്പായി പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഡേ 1 എന്ന് പറഞ്ഞിട്ട് വേണം പിറ്റേന്ന് എഴുതി തുടങ്ങാനായിട്ട്. അല്ലാണ്ട് നിങ്ങൾ എവിടെയാണോ നിർത്തിയത് അതിൻ്റെ പിറ്റേ ദിവസം ഡേ 4, 5 അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ എഴുതരുത്. എന്നാണ് അവിടെ സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഡേ 1 വെച്ചിട്ട് തന്നെ വേണം തുടങ്ങാൻ. 5 ഡേയ്സിന് ശേഷം അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. നമ്മൾ എഴുതുന്ന ഗോള് അത് വലുതായാലും ചെറുതായാലും ശരി, നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിന്റെ ബ്ലോക്ക് അഥവാ ബിലീഫ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ മാനിഫെസ്റ്റേഷൻ എപ്പോൾ നടക്കും എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ വേഗം തന്നെ നടക്കും, ചിലത് കുറച്ച് ടൈം എടുക്കും. നിങ്ങളുടെ വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളത് ചെയ്യാൻ നോക്കുക. എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ സക്സസ് സ്റ്റോറീസും വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി മാനിഫെസ്റ്റിംഗ്.